നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ദേശീയ അന്വേഷണ ഏജൻസികൾ കേരളത്തിൽ പിടിമുറുക്കുന്നു. ബുധനാഴ്ച ഇഡി മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വീട്ടിലടക്കം 12 റെയ്ഡ് നടത്തിയിരുന്നു. അതിന്റെ അലയൊലികളൊന്നും തന്നെ അവസാനിച്ചിട്ടില്ല. ഇപ്പോഴിതാ വീണ്ടും കേന്ദ്ര അന്വേഷണ ഏജൻസികൾ കോഴിക്കോട്, മലപ്പുറം, കണ്ണൂർ, കാസർഗോഡ് ഈ 4 ജില്ലകളിലാണ് ഇപ്പോൾ ഒരേ സമയം റെയ്ഡ് നടത്തിയിരിക്കുന്നത്. ഇതിൽ മലപ്പുറം തിരൂരങ്ങാടിയിൽ ലോറിയിൽ കടത്തിയ വൻ സ്ഫോടക വസ്തു ശേഖരം പിടികൂടിയ കേസ് ദേശീയ അന്വേഷണ ഏജൻസി ഏറ്റെടുത്തതിന് പിന്നാലെയാണ് സംസ്ഥാനത്തെ വിവിധയിടങ്ങളിൽ ഇന്ന് റെയ്ഡ് നടന്നിരിക്കുന്നത്. ഈ 4 ജില്ലകളിലെ വിവിധ കേന്ദ്രങ്ങളിലാണ് കൊച്ചി NIA യൂണിറ്റിന്റെ നേതൃത്വത്തിൽ പുലർച്ചെ 5 മണി മുതൽ ഒരേ സമയം പരിശോധന ആരംഭിച്ചിരിക്കുന്നത്. കേസിൽ ഉൾപ്പെട്ട പ്രതികളുടെ വീടുകളിലടക്കമാണ് പരിശോധന നടക്കുന്നത്. എരഞ്ഞിമാവ് സ്വദേശി ഹാരിസിന്റെ വീട്ടിലും സ്ഥാപനത്തിലുമാണ് പരിശോധന. തിരൂരങ്ങാടിയിലെ ഗോഡൌണിലും ലോറി ഉടമയുടെ ഭാര്യ വീട്ടിലും കോഴിക്കോട് മുക്കത്തെ സ്വകാര്യ വ്യക്തിയുടെ സ്ഥാപനത്തിലും പരിശോധന നടക്കുന്നുണ്ട്. ചിറ്റാരിക്കൽ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ കടുമേനി സ്വദേശി സജീവയുടെ വീട്ടിലും കോറയിലും പരിശോധന നടക്കുന്നുണ്ട്. കണ്ണൂർ ചെറുപുഴ ചുണ്ടയിൽ അനിൽകുമാറിന്റെ വീട്ടിലും റെയ്ഡ് നടത്തി. കടുമേനി സ്വദേശിയായ ജോർജിന്റെ വസതിയിൽ നടത്തിയ തിരച്ചിലിൽ 5 വർഷത്തോളം പഴക്കമുള്ള ജലാറ്റിൻ സ്റ്റിക്കുകളും NIA കണ്ടെടുത്തതും സംഭവത്തിന്റെ ഗൗരവം കൂട്ടുന്നു. കേസിലെ ഒരു പ്രതിയുടെ ഭാര്യ വീട് സ്ഥിതി ചെയ്യുന്ന വണ്ടൂർ മേഖലയിലും അന്വേഷണ സംഘം പുലർച്ചെ തന്നെ എത്തി പരിശോധന നടത്തുകയാണ്. മുക്കം സ്വദേശി ഹാരിസിന്റെ വസതിയിലും അദ്ദേഹത്തിന്റെ ഉടമസ്ഥതയിലുള്ള ബ്രിക്സ് എന്ന സ്ഥാപനത്തിലും റെയ്ഡ് നടന്നു. ഈ സ്ഥാപനത്തിൽ നിന്ന് കേസിന്റെ നിർണായക വഴിത്തിരിവാകാൻ സാധ്യതയുള്ള ചില വിവരങ്ങൾ ലഭിക്കുമെന്നാണ് NIAയുടെ കണക്കുകൂട്ടൽ. ഇതിന്റെ എല്ലാം തുടക്കം ഫെബ്രുവരി 7-നാണ്. അന്നാണ് കേസിന് ആസ്പദമായ സംഭവം നടക്കുന്നത്. ചെമ്മാട് കോഴിക്കോട് റോഡിലെ ഫർഹ ഹോളോ ബ്രിക്സ് കമ്പനിക്കുള്ളിൽ സൂക്ഷിച്ചിരുന്ന ഒരു ലോറിയിൽ നിന്ന് സ്ഫോടക വസ്തുക്കൾ പിടികൂടി. ഏകദേശം 448 പെട്ടികളായി ഒളിപ്പിച്ച 89,600 ജലാറ്റിൻ സ്റ്റിക്കുകളും 10,500 നോൺ ഇലക്ട്രിക് ഷോക്ക് ട്യൂബ് ഡിറ്റനേറ്ററുകളുമാണ് അന്ന് പിടിച്ചെടുത്തത്. ഇത്രയും സ്ഫോടക വസ്തുക്കൾ പിടികൂടിയതാണ് സംഭവത്തിന്റെ ഗൗരവം വർദ്ധിപ്പിച്ചത്. കർണാടകയിലെ ബിജാപൂരിൽ നിന്നാണ് ഇവ എത്തിയതെന്നും അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു. തുടക്കത്തിൽ ഇത് സാധാരണ കോറി മാഫിയയുമായി ബന്ധപ്പെട്ട കേസാണെന്ന് കരുതിയെങ്കിലും വൻതോതിൽ നിയമവിരുദ്ധമായി സ്ഫോടക വസ്തുക്കൾ കടത്തിയതിന് പിന്നിലെ യഥാർത്ഥ ലക്ഷ്യവും കൂടുതൽ വിവരങ്ങളും പുറത്തു കൊണ്ടുവരാനാണ് ശ്രമം. ഇത് ആർക്കാണ് ഇത്രയും വലിയ തോതിലുള്ള ഈ സ്ഫോടക വസ്തുക്കൾ എത്തിക്കാൻ ശ്രമിച്ചത്? ഇതിന്റെ സോഴ്സ് എവിടെ നിന്നാണ്? ഇത് കൈമാറി എത്തുന്ന ആൾക്ക് ഇതുകൊണ്ടുള്ള ഉപയോഗം എന്താണ്? ഈ കാര്യങ്ങളൊക്കെ തന്നെ കണ്ടെത്തേണ്ടിയിരുന്നു. ഒരേ സമയത്താണ് ഇത്രയും ഇടങ്ങളിൽ റെയ്ഡ് നടന്നത്. അനധികൃത കോറിക്ക് വേണ്ടി എത്തിയതാണ് ഇവ എന്നാണ് അന്ന് പോലീസിന്റെ പ്രാഥമിക കണ്ടെത്തലും. വൻതോതിൽ സ്ഫോടക വസ്തുക്കൾ എത്തിച്ചതിന് പിന്നിൽ മറ്റ് അട്ടിമറി നീക്കങ്ങൾ ഉണ്ടോ എന്നും കണ്ടെത്താനാണ് ദേശീയ അന്വേഷണ ഏജൻസിയുടെ ശ്രമം. തിരൂരങ്ങാടിക്കടുത്ത് ചെമ്മാട് വെച്ചാണ് ഉള്ളി കയറ്റി വന്ന ലോറിയിൽ ഒളിപ്പിച്ച നിലയിൽ ഇത്തരത്തിലുള്ള വൻ സ്ഫോടക വസ്തുക്കൾ പിടികൂടുന്നത്. രഹസ്യ വിവരത്തെ തുടർന്ന് ഒരു ഇഷ്ടിക നിർമ്മാണ യൂണിറ്റിൽ പോലീസ് നടത്തിയ റെയ്ഡിലാണ് ലോറിയിൽ നിന്ന് സ്ഫോടക വസ്തുക്കൾ കണ്ടെത്തിയത്. മലപ്പുറം തിരൂരങ്ങാടി പോലീസ് സ്റ്റേഷൻ പരിധിയിലെ ചെമ്മാട് കോഴിക്കോട് റോഡിൽ പ്രവർത്തിക്കുന്ന ഫർഹ ഹോളോ ബ്രിക്സ് കമ്പനിക്കുള്ളിൽ നിർത്തിയിട്ടിരുന്ന ലോറിയിൽ നിന്നാണ് വൻ സ്ഫോടക വസ്തുക്കൾ പിടികൂടിയത്. കർണാടകയിലെ ബിജാപൂരിൽ നിന്നാണ് ഇവ കേരളത്തിലേക്ക് എത്തിച്ചതെന്നും അന്വേഷണത്തിൽ വ്യക്തമായിട്ടുണ്ടായിരുന്നു. മുഖ്യപ്രതികളിലേക്ക് പോലീസ് എത്തി പിന്നീട് ചില പ്രാഥമിക തെളിവുകളുടെ അടിസ്ഥാനത്തിൽ എത്തിയെങ്കിലും കൃത്യമായ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാനോ കേരള പോലീസിന് സാധിച്ചിരുന്നില്ല. തുടർന്നാണ് മെയ് 2-ാം വാരത്തോടെ കേസ് NIA ഏറ്റെടുക്കുന്നത്. കാരണം ഇത് ദേശീയ സുരക്ഷയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കാര്യം കൂടിയാണ്. കേസിലെ ആകെ 7 പ്രതികളിൽ 1-ാം പ്രതിയായ കോഴിക്കോട് മുക്കം എരഞ്ഞിമാവ് സ്വദേശി ഹാരിസിന്റെ വീട്ടിലും ഇന്ന് അദ്ദേഹത്തിന്റെ ഉടമസ്ഥതയിലുള്ള മറ്റ് സ്ഥാപനങ്ങളിലൊക്കെ തന്നെ റെയ്ഡ് നടക്കുന്നുണ്ട്. ഈ കേസുമായി ബന്ധപ്പെട്ട് കൂടുതൽ എന്തെങ്കിലും തെളിവുകൾ അവിടെ നിന്ന് ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് NIA റെയ്ഡ് നടക്കുന്നത്. തിരൂരങ്ങാടി പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത് മുതൽ, അതായത് ഫെബ്രുവരി 7 മുതൽ ഒളിവിൽ കഴിയുകയാണ് ഹാരിസ്. ഇതുവരെ പോലീസിന് അറസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല. ഹാരിസിന്റെ നിർദ്ദേശപ്രകാരം മുക്കം സ്വദേശിയുടെ കോറിയിലേക്കാണ് ഈ സ്ഫോടക വസ്തുക്കൾ എത്തിക്കാൻ
ശ്രമിച്ചതെന്നാണ് NIAക്ക് ലഭിക്കുന്ന സൂചന. കേസിലെ 3ാം പ്രതിയും നിലവിൽ അറസ്റ്റിലാവുകയും ചെയ്ത കാസർഗോഡ് സ്വദേശി മുഹമ്മദ് സലീമിന്റെ വീട്ടിലും NIA സംഘം വിശദമായ പരിശോധന നടത്തുന്നുണ്ട്. ഇതിനു പുറമെയാണ് കാസർഗോഡ് ചിറ്റാരിക്കൽ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ കടുമേനി സ്വദേശിയും മുമ്പ് കരിങ്കൽ കോറി നടത്തിപ്പുകാരനുമായിരുന്ന സജിയുടെ വീട്ടിലും ഇയാളുടെ കോറിയിലും പരിശോധന നടന്നിരിക്കുന്നത്. ഇന്ന് പുലർച്ചെ 5 മണി മുതലാണ് ഒരേ സമയം ഈ പറയുന്ന പ്രതികളുടെ വീടുകളിലും അവരുടെ ബന്ധപ്പെട്ടിട്ടുള്ള മറ്റ് ഉടമസ്ഥതയിലുള്ള സ്ഥാപനങ്ങളിലും ഭാര്യ വീട്ടിലൊക്കെ തന്നെ NIA അന്വേഷണം എത്തിയത്. പിടിച്ചെടുത്ത സ്ഫോടക വസ്തുക്കളുടെ ഉറവിടം, സാമ്പത്തിക സ്രോതസ്, ഒളിവിൽ കഴിയുന്ന പ്രതികൾക്ക് ലഭിക്കുന്ന ബാഹ്യ സഹായങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള നിർണായക വിവരങ്ങളും രേഖകളും റെയ്ഡിലൂടെ കണ്ടെത്താനാണ് NIAയുടെ നീക്കം. കാരണം ഇത് രാജ്യസുരക്ഷയെ ബാധിക്കുന്ന കാര്യമാണ്. പ്രത്യേകിച്ച് പലപ്പോഴും NIA കേരളത്തിലടക്കം ഇത്തരത്തിൽ സംശയാസ്പദമായിട്ട് എന്തെങ്കിലും കണ്ടെത്തുകയാണെങ്കിൽ റെയ്ഡ് നടത്തുന്നത് ഒരു പതിവാണ്. തീർച്ചയായിട്ടും എന്തിനാണ് ഇത്രയും വലിയ അളവിൽ സ്ഫോടക വസ്തുക്കൾ കേരളത്തിൽ എത്തിയിരിക്കുന്നത്? അതിൻ്റെ പിന്നിലെ യഥാർത്ഥ ഉദ്ദേശ ലക്ഷ്യം എന്താണ് എന്നുള്ളത് കണ്ടെത്തേണ്ടിയിരിക്കുന്നു. പ്രത്യേകിച്ച് നമുക്കറിയാം, നമ്മുടെ രാജ്യം നിലവിൽ പലതരത്തിലുള്ള ഭീഷണികളാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത്. അതിനെ തടയാനുള്ള ശ്രമങ്ങളുടെ ഭാഗമെന്നോണമാണ് NIAയും ഇത്തരത്തിൽ അവരുടെ അന്വേഷണം കടുപ്പിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകുന്നത്.